हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം 18-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. അവ്യക്താദ്വ്യക്തയഃ സർവാ പ്രഭവന്ത്യഹരാഗമേ പ്രഭവന്തി അഹഹ ആഗമേ രാത്ര്യാഗമേ പ്രലീയന്തേ തത്രൈവവ്യക്തസംജ്ഞകേ. മലയാളം: വ്യക്തരൂപങ്ങളുളവാം ധാതൃമുഖ്യനുണർച്ചയിൽ അവ്യക്തത്തിൽ ലയിച്ചിടും അവിടെ തന്നെ നിദ്രയിൽ. 19-ാമത്തെ ശ്ലോകം കൂടെ ഒരുമിച്ചാണ് വായിക്കുന്നത്. ഭൂതഗ്രാമസ ഏവായം ഭൂത്വാ ഭൂത്വാ പ്രലീയതേ രാത്ര്യാഗമേ അവശഃ പാർത്ഥ പ്രഭവത്യഹരാഗമേ പ്രഭവതി അഹഹ ആഗമേ. മലയാളം: ബ്രഹ്മാവിൻ്റെ പകൽ തോറും ഇമ്മട്ടിൽ താൻ നടന്നിടും ചരാചരങ്ങളഖിലം ലയിച്ചൊട്ടു വളർന്നിടും. ഒരുമിച്ച് അർത്ഥം പറയാം. അഹഹ ആഗമേ, ബ്രഹ്മാവിൻ്റെ പകൽ തുടങ്ങുമ്പോൾ അവ്യക്താത്, അവ്യക്തത്തിൽ നിന്ന് സർവാഹ വ്യക്തയഃ പ്രഭവന്തി, സർവചരാചരങ്ങളും ഉണ്ടാകുന്നു. രാത്രിയാഗമേ, ബ്രഹ്മാവിൻ്റെ രാത്രി തുടങ്ങുമ്പോൾ അവ്യക്തസംജ്ഞകേ, അവ്യക്തമെന്നു പേരുള്ള തത്രയേവ, അതിൽ തന്നെ, അവ്യക്തതയിൽ തന്നെ പ്രലീയന്തേ, ലയിക്കുകയും ചെയ്യുന്നു. 19-ാമത്തെ ശ്ലോകം. പാർത്ഥ, ഹേ അർജുന, സഹ അയം ഭൂതഗ്രാമഃ ഏവ, അതേ പ്രാണിസമൂഹം തന്നെയാണ് അവശഃ ഭൂത്വാ ഭൂത്വാ, അസ്വതന്ത്രരായിട്ട് വീണ്ടും വീണ്ടും ജനിച്ച് രാത്രിയാഗമേ പ്രലീയന്തേ, രാത്രി ആരംഭിക്കുമ്പോൾ ലയിച്ചു ചേരുന്നതും അഹം ആഗമേ പ്രഭവതി, പകൽ ആരംഭിക്കുമ്പോൾ വീണ്ടും ജനിക്കുന്നതും. ബ്രഹ്മാവിൻ്റെ പകൽ സമയത്തും രാത്രി സമയത്തും എന്തെല്ലാമാണ് നടക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഈ 2 പദ്യങ്ങളിലൂടെ, 18-ാമത്തെയും 19-ാമത്തെയും ശ്ലോകം. അപ്പോൾ രാത്രി എപ്പോഴും എല്ലാവർക്കും അവ്യക്തത തന്നെയാണല്ലേ. അതേപോലെ തന്നെ ബ്രഹ്മാവിൻ്റെ രാത്രിയിലെ നിശ്ചലമാണ്, ലോകം മുഴുവനും നിശ്ചലമാണെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി അവസാനിച്ച് ഒരു പകൽ തുടങ്ങുന്ന സമയത്ത് എല്ലാം അവ്യക്തമാണ്. അപ്പോൾ ഈ ബ്രഹ്മാവ് പകൽ സമയത്താണ് ബ്രഹ്മാവിൻ്റെ പകൽ സമയത്താണ് സൃഷ്ടി വ്യാപാരം നടത്തുന്നത്. രാത്രിയിൽ എല്ലാ സൃഷ്ടിജാലങ്ങളും അവ്യക്തതയിൽ തന്നെ ലയിച്ചു കിടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രളയം. കാരണജലം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ആ കാരണജലത്തിൽ സാക്ഷാൽ നാരായണൻ പള്ളി കൊള്ളുന്നു അല്ലെങ്കിൽ ഉറങ്ങുന്നു. പിന്നീട് ബ്രഹ്മാവ് പകൽ സമയത്ത് സൃഷ്ടി തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ 1000 ചതുർയുഗം സൃഷ്ടി നടത്തും. പിന്നീട് അടുത്ത 1000 ചതുർയുഗം ഉറങ്ങിക്കിടക്കുകയും ചെയ്യും. അപ്പോൾ അവ്യക്തതയിൽ നിന്ന് തുടങ്ങുന്നു, അവ്യക്തതയിൽ തന്നെ ലയിക്കുന്നു. ഇതാണ് പറഞ്ഞത്. പകൽ തുടങ്ങുമ്പോൾ അവ്യക്തതയാണ്, രാത്രി അവസാനിക്കുമ്പോഴും അവ്യക്തത തന്നെ ആണ്. പുതുതായിട്ട് എന്തെങ്കിലും നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണയായിട്ട് സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് മണ്ണുണ്ട്. ആ മണ്ണ് കുഴച്ച് നമുക്ക് മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. വിവിധ രൂപത്തിലുള്ള മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിന് നമ്മൾ വിവിധ തരം പേരുകൾ കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ മൺപാത്രം പോലെ തന്നെ നമുക്ക് ആ മണ്ണ് കൊണ്ട് ഒരു സ്വീറ്റ് ഡിഷ് അല്ലെങ്കിൽ ഒരു ലഡു അല്ലെങ്കിൽ ഒരു സുഖിയൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു മണ്ണ് കൊണ്ടൊരു കുടം നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ഒരു പാത്രം നിർമ്മിക്കുന്നു, ഒരു കൂജ നിർമ്മിക്കുന്നു, മൺചട്ടി നിർമ്മിക്കുന്നു. അത് ഒരു പേര് മാത്രമാണ്. മൺചട്ടി, മൺകുടം. എന്തിൽ നിന്നാണ് ഉണ്ടായത്? മണ്ണിൽ നിന്നാണ്. പക്ഷെ അത് മണ്ണായി കിടക്കുമ്പോഴോ അത് അവ്യക്തതയാണ്. അതിന് ഇങ്ങനെ ഒരു രൂപവും ഒരു പേരുമൊക്കെ വന്നപ്പോൾ എല്ലാം വ്യക്തമായി.
ഇനി തിരിച്ചോ എന്തിലാണ് ലയിക്കുന്നത്? ഇത് പൊട്ടിപ്പോയി. ഇപ്പം എന്തിലാണ് ലയിക്കുന്നത്? മണ്ണിൽ തന്നെയാണ് ലയിച്ചു ചേരുന്നത്. മണ്ണിൽ നിന്നും തുടരുന്നു, ഒരു രൂപത്തിലും ഭാവത്തിലും നിലനിൽക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും മണ്ണിലേക്ക് തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് അവ്യക്തഭാവത്തിലിരിക്കുന്ന സാധനങ്ങളെ നാമരൂപങ്ങളൊക്കെ കൊടുത്ത് ഒരു പുതിയ രൂപത്തിലേക്ക് വ്യക്തതയിലേക്ക് നീക്കി തീർക്കുന്ന അല്ലെങ്കിൽ വ്യക്തതയിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? സൃഷ്ടി എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ സ്ഥിതി ഇതുപോലെ തന്നെയാണ് അല്ലേ? ഇന്ന് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ നടന്നു എന്നുള്ളതിനെപ്പറ്റി കുറച്ചൊക്കെ ചിന്തിച്ച് മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. പിന്നീട് നമ്മളൊന്നും അറിയുന്നില്ല, എല്ലാം മറന്നു ഉറങ്ങുന്നു. വീണ്ടും പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ഇന്നലത്തെ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് എന്ത്? നാളെ പകൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. ആ കർമ്മങ്ങൾ ഓരോരുത്തരും തിരക്ക് പിടിച്ച് അവനവൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് പലതരം കാര്യങ്ങളും ചെയ്യുന്നു. അവരവരുടെ വിചാരങ്ങളും ബുദ്ധികളൊക്കെ അതിനനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും രാത്രി വരുന്ന സമയത്ത് അതെല്ലാം മാറ്റി നിർത്തി വീണ്ടും ഉറക്കത്തിലേക്ക് തന്നെ പോകുന്നു. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ബ്രഹ്മാവിൻ്റെ കർമ്മം എന്ന് പറയുന്നത് സൃഷ്ടിയാണ്. അതവിടെ നടത്തുന്നു, വീണ്ടും അത് ലയിച്ചു ചേരുകയും ചെയ്യുന്നു ഉറങ്ങുമ്പോൾ. ഇപ്പം നമ്മുടെ മനുഷ്യനിൽ എപ്പോഴും വാസനകളെപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. എപ്പോഴും പുതിയ പുതിയ ചിന്തകൾ, വാസനകളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അവ്യക്തമായിട്ട് നമ്മുടെ ഉള്ളിൽ കുറേ വാസനകളുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല. അത് ചിന്തകളായിട്ടും വാക്കുകളായിട്ടും പ്രവൃത്തികളായിട്ടൊക്കെ പുറത്ത് വരികയാണെങ്കിൽ, പ്രകടമാവുകയാണെങ്കിൽ അതിനൊരു വ്യക്തത കിട്ടും. അത് അല്ലെങ്കിൽ അവ്യക്തമാണ്. എൻ്റെ ഉള്ളിൽ സംഗീതമുണ്ട്, ഞാൻ പാടുന്നേ ഇല്ല. എനിക്ക് വീണ മീട്ടാനറിയാം, ഞാൻ പക്ഷേ വീണ ഉപയോഗിക്കുന്നില്ല. അപ്പം എൻ്റെ ഉള്ളിലുള്ള സംഗീതം അവിടെ അവ്യക്തമാണ്. ഞാനത് പാടുന്നു, ഞാൻ വീണ മീട്ടുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപകരണങ്ങൾ വായിക്കുന്നു. അപ്പോഴെന്താണ്? അത് വ്യക്തമാവുകയാണ്. എൻ്റെ ഉള്ളിലുള്ള സംഗീതം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിന്തകളും എല്ലാവരുടെ മനസ്സിലും എപ്പോഴും ചിന്തകളുണ്ട്, വാസനകളുണ്ട്. പക്ഷെ അവ്യക്തതയിൽ ഇരുന്നിട്ട് കാര്യമില്ല, അത് വ്യക്തമാക്കി കൊടുക്കും കൂടെ ചെയ്യണം. അല്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല അത്. അപ്പം നമ്മൾ പരിശ്രമിച്ചാലും നമ്മളെ ചിന്തകളിങ്ങനെ നമ്മളുടെ ചിന്തകൾ തന്നെ പ്രവൃത്തിയിലേക്ക് കടന്നു വരും. അത് ചിലപ്പോൾ നമ്മുടെ ജീവിതം ധന്യമാക്കും, ചിലപ്പോൾ നമുക്കത്ര ദോഷമായിരിക്കും ചെയ്യുന്നത്, നല്ലതായിരിക്കില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് 4 പേര് കൂടെ ഒരു ലോഡ്ജ് എടുത്ത് താമസിക്കാൻ പോയി. ആ താമസിക്കാൻ പോയപ്പം 4 പേരും കൂടെ ഒരു റൂമിലാണ് കിടക്കുന്നത്. ഉറങ്ങാനാണ്, ഒരു രാത്രി കഴിക്കാനാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ഒരാൾ ചിലപ്പോൾ എൻജിനീയറായിരിക്കാം, മറ്റൊരാൾ ഡോക്ടറായിരിക്കാം, ഇനി മൂന്നാമതൊരാൾ ചിലപ്പോൾ ആത്മീയ ആചാര്യനായിരിക്കാം, വേറൊരാൾ ചിലപ്പോൾ മോഷ്ടാവായിരിക്കാം. ഇവർ 4 പേര് റൂം എടുക്കുന്നു. ഇതൊന്നും പരസ്പരം അറിയുന്നില്ല. തൽക്കാലം ഒരു റൂമേ കിട്ടിയുള്ളൂ. അവരവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇവരെന്താണെന്നോ എല്ലാം എന്താ പറയുക, ഒന്നും പ്രവർത്തിക്കാത്ത 4 മനുഷ്യ ശരീരങ്ങളാണ് അവിടെ. ഉറങ്ങുക മാത്രമേ ഉള്ളൂ. എല്ലാവരും തമ്മിൽ ആരും ഒന്നും അറിയുന്നില്ല. പിറ്റേ ദിവസം രാവിലെ വെളിച്ചാവുന്നു, അതായത് രാവിലെ പുലർന്നു കഴിഞ്ഞാൽ അവരവരുടെ ജോലിക്ക് പോകുന്നു. അപ്പോൾ രാത്രി അവിടെ കിടന്നുറങ്ങിയുണ്ടായിരുന്നത് വിവിധ തരം പേഴ്സണാലിറ്റീസാണ് അല്ലേ, വിവിധ തരം വ്യക്തിത്വങ്ങളാണ്. അവർ അവ്യക്തഭാവത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത്. പ്രളയദശയായിരുന്നു. രാത്രിയാഗമേ പ്രലീയന്തേ എന്നാണ് പറഞ്ഞത്. ഇനി നേരം പുലരുമ്പോഴോ അവരവരുടെ ജോലിക്കാണ് പോകുന്നത്. ഡോക്ടറായിട്ടാണ് പ്രവർത്തിക്കാൻ പോകുന്നത്, എൻജിനീയറായിട്ടാണ് പ്രവർത്തിക്കാൻ പോകുന്നത്, ആത്മീയാചാര്യൻ പ്രഭാഷണങ്ങൾക്കായി നീങ്ങുന്നു, മോഷ്ടാവ് ഏത് സ്ഥലത്തു നിന്നാണ് എങ്ങനെയാണ് മോഷ്ടിക്കുക എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ച് നീങ്ങുന്നു. ഇതാണ് വ്യത്യാസം. അപ്പോൾ നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ ഓരോ വ്യക്തിയിലും
നടക്കുന്ന സൃഷ്ടിപ്രക്രിയ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ സൃഷ്ടിയെ പറ്റിയിട്ട് ഒരു അവ്യക്തത നമുക്ക് വരില്ല. സർവാഹ വ്യക്തയ പ്രഭവന്തി എന്നാണ് പറഞ്ഞത്. അവ്യക്താത് സർവാഹ വ്യക്തയ പ്രഭവന്തി. അതേപോലെ തന്നെ പറഞ്ഞത് രാത്രിയാഗമേ പ്രലീയന്തേ അഹം ആഗമേ പ്രഭവതി എന്നാണ് ശ്ലോകം ചൊല്ലിയത്. അപ്പോൾ എല്ലാം രാത്രി എപ്പോഴും എല്ലാം നിശ്ചലാവസ്ഥയിലായതുകൊണ്ട് പ്രളയം മാത്രമാണ് നമുക്ക് കാണുന്നത്. രാവിലെ സൃഷ്ടി തുടങ്ങുന്നു. അങ്ങനെ 1000 ചതുർയുഗങ്ങളുള്ള പകൽ മുഴുവനും സൃഷ്ടി, അതായത് അവ്യക്തതയിൽ നിന്ന് വ്യക്തഭാവത്തിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ വ്യക്തത നേടിത്തരുന്നു. പിന്നീട് വീണ്ടും രാത്രി അത് തന്നെ ലയിക്കുന്നു. ഇനി 19ാമത്തെ ശ്ലോകത്തിലെ അടുത്ത 2 വരി ചൊല്ലിയതിൽ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ട് മറഞ്ഞ ജീവികൾ തന്നെയാണ് വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതും വീണ്ടും മറയുന്നതും. ഭൂതഗ്രാമഃ സഹ ഏവായം ഭൂത്വാ ഭൂത്വാ പ്രലീയതേ എന്നാണ്. മനുഷ്യൻ എപ്പോഴും സ്വന്തം വിചാരങ്ങൾക്കും വികാരങ്ങൾക്കൊക്കെ അടിമപ്പെട്ടാണല്ലോ ജീവിക്കുന്നത്. ആ ഒരു സത്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് എന്ത് നീചപ്രവൃത്തിയും മനുഷ്യൻ ചെയ്തു എന്ന് വരും. അത് കഴിഞ്ഞാലോ ചിലപ്പോൾ ആരുടെ തന്നെ ഉപദേശം നേടിയാലും പെട്ടെന്നൊരു രാത്രി കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരു ദുഷ്ടനെ ഒരു നല്ലവനാക്കി എടുക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലും നുണയായിരിക്കും. അപ്പോൾ എന്താണോ നമ്മുടെ മനസ്സിലുള്ള വാസനകൾ, ചിന്തകൾ, ഇതൊക്കെ നമ്മുടെ കർമ്മമണ്ഡലങ്ങളിലും അനുഭവ മണ്ഡലങ്ങളിലൊക്കെ ഇങ്ങനെ കടന്ന് ചുറ്റി തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അതും അവശരായിട്ടാണ്, അവശഹ എന്നാണ്, അവശരായിട്ടാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? നമ്മൾ കർമ്മപാശത്താൽ ബന്ധിതരാണ്. അപ്പോൾ അസ്വതന്ത്രരാണ്, സ്വാതന്ത്ര്യമില്ല. അങ്ങനെയാണ് നമ്മൾ ചുറ്റി തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ സംസാര ചക്രത്തിൽ. അത് നടന്നുകൊണ്ടേയിരിക്കും. വീണ്ടും നമ്മുടെ കർമ്മങ്ങൾ അവസാനിക്കും. നമ്മൾ പുണ്യങ്ങൾ ചെയ്യുന്നു, പാപങ്ങൾ ചെയ്യുന്നു. ഒരു നിഴല് പോലെ അങ്ങനെ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ഈ പുണ്യപാപങ്ങളുടെ പൂർവ്വകർമ്മങ്ങളുടെയൊക്കെ ഫലങ്ങൾ. അത് ചിലപ്പോൾ നമ്മളുടെ വഴി നല്ലതാക്കി തീർക്കും, നല്ലതാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മുടെ വഴി ഇരുട്ട് പോലെ ആക്കി തീർക്കും. അല്ലെങ്കിൽ വഴി നീളെ ഇരുട്ട് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. ഇപ്പോൾ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർ കളി കഴിഞ്ഞു, അതായത് നാടകം കഴിഞ്ഞു, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഭാര്യയ്ക്ക് ഭർത്താവായിട്ടും കുട്ടികൾക്ക് അച്ഛനായിട്ടുമാണ് ജീവിക്കുന്നത്. അല്ലാണ്ട് നാടകത്തിലുണ്ടായിരുന്ന രാജാവായിട്ടോ അല്ലെങ്കിൽ കൊള്ളക്കാരനായിട്ടോ അല്ല ജീവിക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിലുള്ള വാസനകൾ നമ്മൾ അവ്യക്തതയിൽ നിന്ന് വ്യക്തതയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ആരും അറിയ പോലുമില്ല എന്താണ് അവിടെ അയാൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ കഴിവുകൾ എന്താണെന്ന് അറിയാനും പോകുന്നില്ല. അപ്പോൾ വ്യക്തികളായിട്ട് പ്രത്യക്ഷപ്പെടുന്നതും മറയുന്നതും അവ്യക്തം. അപ്പോൾ വ്യക്തഭാവം കൈക്കൊള്ളുമ്പോൾ നമ്മൾ സ്ഥൂല ശരീരം സ്വീകരിച്ച് ബാഹ്യലോകത്ത് പ്രവർത്തിക്കും. അത് കഴിഞ്ഞാൽ രാത്രിയാവുമ്പോൾ നമ്മളെല്ലാം വിശ്രമിക്കുന്നത് പോലെ തന്നെ രാത്രിയാവുമ്പോൾ എല്ലാ സർവ്വചരാചരങ്ങളും ലയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്, ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്തിനെയോ ഒന്ന് ആധാരമാക്കിയിട്ടാണ്. അപ്പോൾ എന്തിനെ ആധാരമാക്കിയിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? സൃഷ്ടി നടത്തുന്നതും അതേ ഭൂതഗണങ്ങൾ, അതായത് ഭൂതഗ്രാമഃ സഹ ഏവായം എന്നാണ് പറഞ്ഞത്. ഒരേ പ്രാണി സമൂഹം തന്നെയാണ് വീണ്ടും വീണ്ടും 19 ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. അടുത്തത് 20ാമത്തെ ശ്ലോകം അടുത്ത ദിവസം ചൊല്ലാം. അസ്മിൻ പരാത്മനനുപാത്മകൽപ്പിതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയവാസ വിഷ്ണു.